പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ ദിവസവും തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനും നിന്നെ ആരാധിപ്പാനും തരുന്നതായ അസുലഭമായ ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്നെ മഹത്വപ്പെടുത്തുന്നതിലും നിന്നെ പുകഴ്ത്തുന്നതിലും വലിയതായ ഒരു സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ. അതിലൂടെ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ആരാധക വൃന്ദമായിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവാലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നിന്നുകൊണ്ട് ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിപ്പാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസരെ എല്ലാം അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആരാധന ഞങ്ങൾക്ക് സൗഖ്യവും പ്രത്യാശയും ബലവും തരുന്നതായി തീരണമേ. അവിടുത്തെ തിരുനാമം ഞങ്ങളുടെ ആരാധനയുടെ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 57-ാമത്തെ ഗീതം പാടി നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 57-ന്റെ 1, 2, 3 ചരണങ്ങൾ. ഒന്നും രണ്ടും പാഠഭാഗങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം. ഒന്നാം പാഠമായി ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതിന് ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും
നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രായേലെ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്ക. ഇസ്രായേലെ, കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത നല്ല സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാകുന്നു. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 1 to 13. എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥമായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ സാക്ഷ്യം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതെയിരിക്കുന്നു. ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പൊരുതായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഇങ്ങനെ ഇവിടെ 1-2 പാഠങ്ങൾ അവസാനിച്ചു. ശുദ്ധതയാൽ തിരുനാമത്തിനണയ്ക്കുന്ന പ്രാർത്ഥനകൾ കരുണകളിൻ അനുകൂലത്തിനായി ഭാവിക്കണമേ. കരുണാനിധിയാം ദൈവമേ, മനോഗുണത്താൽ ദയ ചെയ്യണമേ. ശോഭ നിറഞ്ഞോരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ
അയ്യോ വിളിക്കുന്നു നിന്നാമത്തെ. മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രവചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യരെയും രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യകാമറിയത്തിൽ ജനിച്ച് ഭേദകൂടാതെ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ മരണത്തെ ചവിട്ടുന്നവനും വിശുദ്ധാതൃത്വത്തിലുള്ളവനും തന്റെ പിതാവിനോടും ശുശ്രൂഷയോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനായ ഞങ്ങളുടെ മിശിഹായെ ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണം ഇല്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണം ഇല്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണം ഇല്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. So
പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തോ ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നും സ്നേഹന്മാരുടെ സ്തുതി. കർത്താവേ, ഞങ്ങളുടെ അന്യങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപാടിനാൽ എനിക്കൊരു മർമ്മം അറിയുമായിരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നു. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യവഹാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞു കിടക്കുന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശമായിരിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവനിലേക്കുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമായാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന വരികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചയിലെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളെ അറിവോ ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധ റൂഹായുടെ അത്ഭുതവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധേവൻഗേലിയോല്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോട് കൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവന്റെ രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ വന്നവനും വരുവാനിരിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
നമ്മുടെ രക്ഷകനായ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാം ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെസൈദക്കാരനായ പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. പീലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു ഒരു ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതുമ്പ് മണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അവൻ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാനീതിലാഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ വേഗം നീ റൂഹായാലേ അരുളിടേണമെന്നു. ബാധിക്കുമോ സ്തോമൻകാലോ നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ നന്ദിയോട് സ്തോത്രത്തോടും കൂടെ നിൽക്കാം. ഈ കോവിഡ് നിറഞ്ഞ ലോകത്തിൽ ദൈവം നമുക്ക് നൽകുന്ന പരിപാലനത്തിനു വേണ്ടി ദൈവത്തിന് നന്ദി കരേറ്റാം. അങ്ങനെയുള്ള രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്ന ആതുര പ്രവർത്തകരെയും അവരുടെയൊക്കെ വേർപാടിൽ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന മധ്യേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ലഭിക്കുന്ന നന്മകൾക്ക് നന്ദി പറയുകയും വേദനയും പ്രയാസവും അനുഭവിക്കുന്നവരെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഉയർത്തുകയും അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ട് നമുക്ക് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ കുറവുകളെ, കുറ്റങ്ങളെ എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പമുള്ള എൻ്റെ പാപങ്ങൾ, വിശ്വാസമുള്ള എല്ലാ നിൻ്റെ മക്കളുടെയും പാപങ്ങൾ കരുണ തോന്നി ക്ഷമിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ചൈതന്യം നൽകണമേ എന്ന് അപേക്ഷിക്കാം. ദൈവമേ, കോപത്തിൻ്റെ വടിയിൽ നിന്നും സകല ശിക്ഷകളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധിയോടെ വിശുദ്ധമേശയിൽ പങ്കെടുക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുന്നവരാകുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കാം. ദൈവമേ, ഈ ലോകത്തിലെ ശിഷ്ടമുള്ള ജീവിതം ദൈവത്തിന് വേണ്ടി കത്തിയെരിഞ്ഞ് ജീവിക്കുവാൻ, ജീവിതം പൂർത്തിയാക്കുമ്പോൾ ഭാഗ്യമുള്ള സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനവും നൽകണമേ എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാതെ നല്ല മഹിമയും എല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്ത് നമ്മെ അവകാശപ്പെടുകയും ചെയ്ത ഉത്തമനാഥനായിരിക്കുന്ന മശിഹാ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും
സ്തുതിയും ബഹുമാനവും വന്ദനവും നിനക്ക് യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായം ചെയ്യണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ച് ഇല്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവും ഉള്ളതായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയ തോന്നി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധി മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞു ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ സ്നേഹകാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്ത്യപൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബകുല സുബാലവോൽമീൻ. ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും അറിഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും തൻ്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രൻ്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പാൽ ലോകത്തെ പരിപാവനമാക്കുന്ന നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ കരുണാസനത്തിന് മുൻപാകെയുമുള്ള വിശുദ്ധയാഗപീഠത്തിന്മേൽ ഞങ്ങളുടെ ആത്മീയാഗങ്ങളാകുന്ന സത്യനുതാപസ്തുതിസ്തോത്രങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. ഇവയെ കൈക്കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും നിന്റെ ഇടവകയുടെയൊക്കെയും കുറ്റങ്ങളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, വിശുദ്ധിയോടെ നിന്റെ വിശുദ്ധമേശയിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ താങ്ങിക്കൊള്ളണമേ. യുവതി യുവാക്കളെ പരിപാകതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ. ഞങ്ങളുടെ സ്ത്രീകളെ സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും എല്ലാ വിധവകളെയും
ഏകാകികളായി ജീവിക്കുന്നവരെ നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊള്ളുന്നു, ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ ആകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായും പരിശുദ്ധൻ ആകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ ഒന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചല്ലാത്തവനും തത്വത്തിലുള്ളവനും സകല മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും പിരിക്കാൻ പ്രഭാവത്തോടെ പരിപാലിക്കുന്നതുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധയും കാതോലികവും അപ്പോസ്തോലികവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചെഴുന്നേൽപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഈ നാളുകളിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണല്ലോ. അവരുടെ പേരുകൾ ഇവിടെ വായിക്കട്ടെ. അന്ന ഡിംപിൾ ടോണി നുങ്കമ്പാക്കം പ്രാർത്ഥന ഗ്രൂപ്പിൽ, എലിസബത്ത് എബി എറണാവൂർ, അലക്സാണ്ടർ വി സാന്തോം, വർഗീസ് കുര്യൻ എക്മോ, ജോവന സുനേഷ് മാത്യു റോയ്പേട്ട, മീഖ അന്ന മനോജ് എക്മോ, മെർലിൻ സൈമൺ ചെട്ട്പട്ട്, റോഷ്നി റോയ് അംചിക്കരെ, സുഷ്മ ജോൺ അയനാവരം, വിനോദ് ജി ജോൺ കിൽപോക്ക്, തെരേസ സാമുവൽ അംചിക്കരെ, ജോർജ് തോമസ് കെ ചൂളയമേട്, റയാൻ എസ് വർഗീസ് പോരൂർ, ജോഷി വർഗീസ് ചെട്ട്പട്ട്, ജോസഫ് വർഗീസ് ചെട്ട്പട്ട്, ജെറി ജോർജ് തോമസ് ചൂളയമേട്, സാറാമ ജോർജ് കിൽപോക്ക്, ശശി സാംസൺ കോടമ്പാക്കം, തങ്കമ്മ എബ്രഹാം അയനാവരം, മാത്യു തോമസ് കോടമ്പാക്കം, ജോർജ് സി സി പോരൂർ, ഡോക്ടർ ജോസഫ് പി ജോൺ ചൂളയമേട്, സി തോമസ് ജോൺ നുങ്കമ്പാക്കം, വിക്രം മാത്യു നയനാൻ നുങ്കമ്പാക്കം, സാഷ ആൻഡ് ജോൺ ചെട്ട്പട്ട്, മാത്യു പി ഉമ്മൻ അമിച്ചിക്കരെ, മത്തായി നയനാൻ സാന്തോം, ജോൺ ജേക്കബ് നുങ്കമ്പാക്കം. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ: മിസ്റ്റർ ആൻഡ് മിസ്സിസ് തോമസ് എ തോമസ് ചെട്ട്പട്ട്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷാജി തോമസ് അയനാവരം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോർജ് കെ ചെട്ട്പട്ട്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് യോഹന്നാൻ കുട്ടി ടി ചുളയമേട്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബിജു സി മാത്യു ചെട്ട്പട്ട്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാത്യു വർഗീസ് ചുളയമേട്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷിബു തോമസ് അയനാവരം. നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അവിടുന്ന് സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തിലെ സകലർക്കും വേണ്ടി, സകല ചരാചരങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ സൃഷ്ടിയായിരിക്കുന്ന ഞങ്ങൾക്കും നിന്റെ സന്നിധിയോട് ചേർന്ന് നിൽപ്പാനും ജീവിപ്പാനും അങ്ങേ ആരാധിപ്പാനും തരുന്നതായ മഹത്വത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, അവിടുന്ന് സകലത്തെ സൃഷ്ടിക്കുന്നവനാണ്, സകലത്തെയും പരിപാലിക്കുന്നവനാണ്. ഏത് അനർത്ഥത്തിലൂടെ, ഏത് പ്രതിസന്ധിയിലൂടെ, ഏത് കഷ്ടതയിലൂടെ ഈ ലോകം പോയാലും അതിൽ നിന്നെല്ലാം വീണ്ടെടുക്കുന്നവനും അവിടുന്നായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആ വീണ്ടെടുപ്പിൻ്റെ സ്നേഹം അവിടുത്തെ പുത്രനെ നൽകിയതിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ല കർത്താവേ, ആ സ്നേഹത്താൽ ഇന്നും ഞങ്ങളെ നടത്തുന്നതിനാൽ വീണ്ടും നിനക്ക് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. കർത്താവെ, ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും നിൻ്റെ ദാനമാണല്ലോ. ഈ ദിനങ്ങളിൽ അവിടുന്ന് പുതിയ വർഷം കാണുവാനായിട്ട് കൃപ നൽകിയതായ എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവാലയത്തിൽ വന്ന് നിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി സമർപ്പിക്കുവാൻ നിൻ്റെ മക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിൽ, അവരവരുടെ ഭവനങ്ങളിൽ ദൈവമേ, അവരുടെ സമർപ്പണത്തെ അവിടുന്ന് കാണുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള മക്കളായി ലോകത്തിന് അനുഗ്രഹമായിരിക്കാൻ നിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നീ കൂടെ ഇരിക്കണമേ. ഉയർച്ചയിലും താഴ്ചയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണെന്ന് പറയുവാൻ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഒരുമിപ്പിച്ച് ചേർത്ത നാൾ മുതൽ ഇന്ന് വരെ വിശ്വസ്തയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവിക ഐക്യത്തോടും കൂടി ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തുവല്ലോ. കുടുംബജീവിതത്തിൽ അവിടുന്ന് കൊടുത്ത നന്മകൾക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. യഹോവയെ സേവിപ്പാനും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാനും ഉത്തമ സാക്ഷികളായിട്ട് ജീവിപ്പാനും നിൻ്റെ മക്കൾക്ക് അവിടുന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ വലിയ മാതൃകകൾ ഇനിയും കാണിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ നന്മകളാലും നിന്റെ ദാസരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ. മറ്റാവശ്യഭാരങ്ങളിലിരിക്കുന്നവർ, ഇവിടെ പേര് പറയുവാനായിട്ട് സാധിക്കാത്തവരെ എല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ നിന്റെ മക്കളെ കണ്ട് അവിടുത്തെ കൃപയുടെ ചിറകിൽ പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 108-ാമത്തെ ഗീതത്തിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ പാടുന്ന സമയത്ത് സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതായിരിക്കും. ക്രിസ്തീയ കീർത്തനങ്ങൾ 108, 1ഉം 2ഉം ചരണങ്ങൾ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നന്ദി ചെയ്ത് പാടി സ്തോത്രം ചെയ്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ കാഴ്ചകളെ ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങളും സമർപ്പണങ്ങളുമായിട്ട് കൈക്കൊള്ളണമേ. നിനക്കായി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്ന് സഭയായി ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എക്യുപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവശാസ്ത്ര അഭ്യസനം ദൈവജനത്തെ സജ്ജമാക്കുവാനായിട്ട് ഒരുക്കുവാനായിട്ട് എന്നുള്ളതാണ്. അതിനായി സഭ നിശ്ചയിച്ചിരിക്കുന്ന എവൻഗേലിയോൻ ഭാഗം ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ വായിച്ചുവല്ലോ ആരാധനാമധ്യേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെ. അതിൽ 24-ാമത്തെ വാക്യം കീ വേഴ്സായിട്ട് ഒന്നുകൂടി വായിച്ചു കൊള്ളട്ടെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അവിടുന്ന് തന്നെയാണല്ലോ വചനം. ആ വചനത്തിനാണല്ലോ ഇന്ന് വരെ ഞങ്ങൾ ജീവിച്ചത്. വചനം ഞങ്ങൾക്ക് വിളക്കായിരുന്നു. ഇരുൾ നിറഞ്ഞതായ ലോകത്തിൽ ഞങ്ങൾക്ക് പ്രകാശം വചനത്തിലൂടെ നൽകിയതിനാൽ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ നിരാശയിൽ ആണ്ടുപോകാമായിരുന്ന ജീവിതത്തിന് പ്രത്യാശയും ഉറപ്പും വചനത്തിലെ വാഗ്ദത്തങ്ങളിലൂടെ നൽകിയതിനാലും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ, ആ വചനം ഇന്ന് ഞങ്ങൾ വീണ്ടും ധ്യാനിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവമേ, അങ്ങയെക്കുറിച്ച്, അവിടുത്തെ പുത്രനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, വചനത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കേൾക്കുന്നു, ധ്യാനിക്കുന്നു. അർത്ഥവത്താകുന്ന രീതിയിൽ അതിനെ എങ്ങനെ കാണാമെന്ന്, കാലഘട്ടത്തിനനുസരിച്ച് എപ്രകാരം വചനത്തെ സംഗതമാക്കാമെന്നൊക്കെ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ. അവിടുത്തെ ആത്മാവിനെ അതിനുവേണ്ടി ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പ്രവർത്തിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയം നിൻ്റെ സന്നിധി ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ വിഷയം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എക്യുപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഗോഡ് ഈസ് ഡെഡ്. ദൈവം മരിച്ചുപോയി. ഇത് 19-ാം നൂറ്റാണ്ടിൽ ഫ്രെഡറിക് നീഷെ എന്നുള്ളതായ ഒരു തിങ്കർ, ഒരു ഫിലോസഫർ പറഞ്ഞതായ ഒരു ഡയലോഗാണ്, ഒരു സെൻറ്റൻസാണ്. ആ സമയത്ത് 19th സെഞ്ച്വറിയിൽ സയൻറ്റിഫിക് ഏജ് അതിൻ്റെ പാരമ്യതയിലെത്തുന്ന സമയമാണ്. എൻലൈറ്റൺമെൻറ്റ് എന്ന് പറയുന്നതായ പാശ്ചാത്യ ബോധോദയ പ്രസ്ഥാനം എന്ന് വെച്ചാൽ അതുവരെ അന്ധതയിലായിരുന്ന ഒരു ലോകത്തിൽ മനുഷ്യർ മെച്വേർഡായി പക്വത പ്രാപിച്ചു. ഇനി മനുഷ്യന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാൻ അവന് കഴിയും. അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, അത് ഫിസിക്കലാവട്ടെ മെൻ്റലാവട്ടെ ഏത് തരത്തിലുള്ളതാണെങ്കിൽ കൂടിയും അതിനെ നേരിടുവാൻ തക്ക രീതിയിലുള്ളതായ സംവിധാനങ്ങൾ മനുഷ്യൻ രൂപപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ ഇനി ദൈവത്തിന് പ്രസക്തിയേ ഇല്ല എന്നുള്ള വലിയ ചിന്ത ഉദിച്ചു വന്നു. അതുകൊണ്ട് തന്നെ മതങ്ങൾ, ആത്മീയത എല്ലാം ഒരു പരിധിവരെ പിന്തള്ളപ്പെട്ടു. ഈ സമയത്ത് ഈ നീഷെ പറഞ്ഞ ഒരു ഡയലോഗാണ് ഗോഡ് ഈസ് ഡെഡ്. ദൈവം മരിച്ചുപോയി. കാരണം സയൻസ് ഏജ് ആണ്, സയൻറ്റിഫിക് ഏജ് ആണ്. അതുകൊണ്ട് തന്നെ സയൻസിൻ്റെ ഒരു ടെക്നോളജി വെച്ച് നോക്കിയിട്ടും സയൻസിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ചിട്ടും ദൈവത്തെ കാണാനില്ല. അതുമാത്രമല്ല, ദൈവത്തെ ആവശ്യവുമില്ല. ആ സമയത്ത് ധാരാളമായി മതങ്ങൾ വിമർശിക്കപ്പെട്ടു. ധാരാളം ആളുകൾ എത്തീസത്തിലേക്കെല്ലാം പോയി. ദൈവവിശ്വാസികൾ അല്ലാതെയായി തീർന്നു. അത് പാശ്ചാത്യ വെസ്റ്റേൺ കൺട്രീസിൽ നടന്നപ്പോൾ ഈസ്റ്റേൺ കൺട്രീസിൽ പൗരസ്ഥര് എപ്പോഴും പറയുന്നതായ ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ അളവുകൾക്കപ്പുറമാണ്. സയൻസിന് അളവും തൂക്കവും എല്ലാം നോക്കി കണ്ടെത്താൻ പറ്റും കാര്യങ്ങളെ. എന്നാൽ ഇങ്ങനെയുള്ള അളവുകളും തൂക്കങ്ങളും ഒന്നും, യൂണിറ്റ്സ് ഒന്നും ദൈവത്തെ അളക്കുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവൻ്റെ മുന്നിൽ വിനയത്തോടെ താഴ്മയോടെ വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് സൃഷ്ടിയുടെ കർമ്മമെന്ന് പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കുമ്പോഴും ഏറിയ പങ്ക് ലോകത്തിലെ ആളുകളും പാശ്ചാത്യം വെസ്റ്റേൺ രീതിയിൽ കാര്യങ്ങളെ കണ്ടതുകൊണ്ട് ധാരാളം ആളുകൾ ദൈവത്തെ വിമർശിച്ച് ദൈവമില്ല എന്ന് പറയുവാൻ തുടങ്ങി. അങ്ങനെ പറയുവാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇഷ്ടം പോലെ മൂവ്മെൻറ്റ്സ് ഉണ്ടായി. അങ്ങനെ ചില മൂവ്മെൻറ്റ്സ് ഒക്കെയാണ്, റിവൈവൽ മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ അനലൈസ് ചെയ്യുന്ന ആളുകൾ, ദൈവമുണ്ടോ എന്ന് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കണ്ടെത്തുന്ന ആളുകൾ എല്ലാ കാലത്തുമുണ്ട്. അപ്പോൾ അവരില്ല എന്ന് പറയുമ്പോൾ അതിനെ ഗണ്ണിക്കുവാനായിട്ട്, എന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ അനുഭവങ്ങളെ ക്രോഡീകരിക്കുകയാണ് ദൈവശാസ്ത്രത്തിൻ്റെ, തിയോളജിയുടെ ഉദ്ദേശം. സെൻറ്റ് ആൻസലം എന്നുള്ളതായ ഏർലി ചർച്ച് ഫാദർ അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്.
തിയോളജി ഈസ് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്. ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്, വിശ്വാസം മനസ്സിലാക്കാനുള്ള അന്വേഷണമാണ് ദൈവശാസ്ത്രം എന്നുള്ളത്. എന്തിനാണ് വിശ്വാസം മനസ്സിലാക്കുന്നത്? അങ്ങ് വിശ്വസിച്ചാൽ പോരെ. ദൈവമുണ്ട്, അവൻ കരുതുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കുന്നുണ്ട്, രക്ഷിച്ചവനാണ് എന്നങ്ങ് വിശ്വസിച്ചാൽ മാത്രം പോരെ. അതെന്തിനാ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്? വൈ ഡു വി അണ്ടർസ്റ്റാൻഡ് ഫെയ്ത്ത്? എന്തിനാണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, ദൈവവും ക്രിസ്തുവും വചനവും മാറ്റമില്ലാത്തതാണ്. ഗോഡ്, ക്രൈസ്റ്റ് ആൻഡ് വേർഡ് ഓഫ് ഗോഡ്, ഹോളി സ്പിരിറ്റ് ടു, ഇത് മാറ്റമില്ലാത്തതാണ്. എന്നാൽ മനുഷ്യർ എല്ലാ കാലത്തും മാറ്റമുള്ളവരാണ്. ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ, കൾച്ചറൽ പരിതസ്ഥിതികളിൽ എല്ലാം ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചേഞ്ചസ് സംഭവിക്കുന്ന മനുഷ്യൻ ദൈവത്തെയും ക്രിസ്തുവിനെയും വചനത്തെയും എല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കും. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ശരിയായ ഇൻ്റർപ്രിട്ടേഷൻ, വചനത്തോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന വ്യാഖ്യാനം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവശാസ്ത്രത്തെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, എല്ലാറ്റിനും ഒരു ചരിത്രമുണ്ട്. എവറിത്തിങ് ഹാസ് എ ഹിസ്റ്ററി. അത് വേദപുസ്തകമായാലും നമ്മുടെ സഭയായാലും ആരാധനയായാലും എല്ലാത്തിനും ചരിത്രമുണ്ട് എന്നുള്ളത് മറക്കുവാനായിട്ട് പാടില്ല. ഞങ്ങൾ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസറാണ് റവറൻ പോത്തനച്ചൻ. അച്ഛൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ടാബുലറാസ. ആ കാര്യം ഒരു ചെറിയ വാക്കാണ് പഠിപ്പിച്ചത്, ടാബുലറാസ. എന്നിട്ട് പറഞ്ഞു, ടാബുലറാസ എന്ന് പറഞ്ഞാൽ ക്ലീൻ ബോർഡ്, ഒന്നും എഴുതാത്ത ഒരു ബോർഡെന്നാണ് അർത്ഥം. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, വേദപുസ്തകം, വചനം നൽകപ്പെട്ടത് ഒരു ടാബുലറാസയിലല്ല, ഒരു ക്ലീൻ സ്ലേറ്റ് പോലുള്ള ബോർഡിലല്ല വചനം നൽകപ്പെട്ടത്. വചനം നമുക്ക് നൽകപ്പെട്ടത് ഒരു കൾച്ചറൽ സെറ്റിങ്ങിലാണ്, ഒരു സൊസൈറ്റൽ ലൈഫിൻ്റെ മധ്യത്തിലാണ്. അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് സൊസൈറ്റിയെ ബാധിക്കാത്ത സാംസ്കാരികമായ ഒന്നും ഇതിനകത്തില്ല, വേദപുസ്തകത്തിലില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. വേദപുസ്തകത്തിനൊരു ചരിത്രമുണ്ട്. അതൊരു ചരിത്രത്തിൽ ജീവിച്ച ജനങ്ങളുടെ മധ്യത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ ചരിത്രമാണ്. അത് മറന്നു പോകാതിരിക്കാൻ പറ്റണം. അതുകൊണ്ടാണ്, അങ്ങനെ കൾച്ചറൽ ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണ് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലൊക്കെ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതും കീഴടക്കുന്നതും കൊള്ളയിടുന്നതും ഒക്കെ പറയുന്നത്. ദൈവവചനമാണെങ്കിൽ പോലും അതെല്ലാം പറയുന്നുണ്ട്. കാരണം ആ കൾച്ചറിലാണ് വചനം നൽകപ്പെട്ടത്. പുതിയ നിയമം വരുമ്പോഴുമുണ്ട്, സ്ലേവറിയെക്കുറിച്ച് പറയുന്നുണ്ട്, അടിമയെ സഹോദരനെ പോലെ കരുതണമെന്ന്. എന്നാൽ അടിമ ഇല്ലാതാകണമെന്നല്ല പറയുന്നത്, അടിമ ഉണ്ട്, അവനെ സഹോദരനെ പോലെ കരുതണം. കാരണം പുതിയ നിയമ കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ സ്ലേവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചരിത്രത്തിലാണ് വേദവചനം നൽകപ്പെട്ടത്. അത് വിസ്മരിച്ചുകൊണ്ടുള്ള വേദവ്യാഖ്യാനങ്ങൾ തെറ്റാണ്. ചരിത്രപരമായിട്ട് തന്നെ ഇതിനെ കാണുവാനായിട്ട് നമുക്ക് പറ്റണം. പിന്നീട് വേർഡ് ഓഫ് ഗോഡ് ഷുഡ് ബി റെലവൻറ്റ് ടു ഓൾ ടൈംസ്. എല്ലാ കാലത്തും ദൈവവചനത്തെ സംഗതമാക്കണം, പ്രസക്തിയുള്ളതാക്കണം. നേരത്തെ സൂചിപ്പിച്ചു, ഇതിനൊരു കോണ്ടക്സ്റ്റിലാണ് വേദവചനം നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലം വേറെയാണ്. ഇവിടെ ഇതിനെ കോണ്ടക്സ്റ്റലൈസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ സാധാരണ ദൈവത്തെ വിളിക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ. പ്രശ്നമെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഫിസിക്കൽ എയിൽമെൻറ്റ്സ്, രോഗങ്ങൾ, പിന്നെ അതിനോട് ചേർന്ന മാനസിക സംഘർഷങ്ങൾ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, നല്ലതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനുഷ്യരാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ തന്നെ ഉയർന്ന തട്ടിലുള്ളവർ താഴെയുള്ളവരെ, അത് രാഷ്ട്രീയമായാൽ കൂടിയും ഒരു ഗണത്തെ മുഴുവൻ പിന്തള്ളി അവർ താഴെയുള്ളവരാണ്, അവരെ പരിഗണിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളുള്ളപ്പോൾ ഈ താഴെത്തട്ടിലുള്ള ആൾക്കാർ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി, മതപരമായി എല്ലാം പിന്തള്ളപ്പെടും. യഹൂദ കാലഘട്ടങ്ങളിൽ വിജാതിയർ പുറത്താണ്, അവരെ നികൃഷ്ടർ എന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പിന്തള്ളപ്പെടാൻ കാരണം മനുഷ്യർ തന്നെയാണ്. അങ്ങനെ മനുഷ്യർ തള്ളുമ്പോൾ അതിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പറ്റണം, അതിനെ തിരുത്തുവാനായിട്ട് പറ്റണം. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തെ റെലവൻ്റ് ആക്കണം, സംഗതമാക്കണം എന്നുള്ളതാണ്. 20th സെഞ്ച്വറിയിൽ അമേരിക്കൻ നാടുകളിൽ ബ്ലാക്ക് തിയോളജി എന്നുള്ളതായ ഒരു ദൈവശാസ്ത്ര ശാഖ വന്ന്, ലിബറേഷൻ തിയോളജി എന്ന് പറയും. അത് വരാൻ കാരണം അവിടെയുള്ളതായ ആഫ്രിക്കൻ അമേരിക്കക്കാർ ഈ നീഗ്രോസിനെ വളരെ സെക്കൻഡറി ആയിട്ട് കണ്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റാൻ തുടങ്ങി. അപ്പോൾ ഒരു തരത്തിലുമുള്ള പ്രിവിലേജസ് അവർക്ക് അനുഭവിക്കുവാനായിട്ട് പറ്റുന്നില്ല. എല്ലാ തരത്തിലും അവരെ പീഡിപ്പിക്കുന്നതായ അനുഭവം. അങ്ങനെ വന്നപ്പോൾ ഇവർ മനസ്സിലാക്കി, ഈ അമേരിക്കൻസ്, വൈറ്റ് പീപ്പിൾ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്,
ആ ദൈവത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരിക്കുന്നത് അത് വെളുത്ത ദൈവമാണെന്നാണ്. ആ വെളുത്ത ദൈവത്തിൻ്റെ മുമ്പിൽ കറുത്തവരായി ഞങ്ങൾ മാറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് ഇവർ തിരിച്ചറിഞ്ഞു. ഇവർ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കളർ ബ്ലാക്കാണ്. നിങ്ങളുടെ വൈറ്റ് ദൈവം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ദൈവമാണെങ്കിൽ ഞങ്ങളുടെ ബ്ലാക്ക് ദൈവം അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ദൈവമല്ല. അവർ ഗോഡ് ഈസ് ബ്ലാക്ക്. അത് റെലവൻ്റ് ആക്കിയത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് നടത്തിയതുപോലെ ഞങ്ങളെ ലിബറേറ്റ് ചെയ്യുവാൻ വേണ്ടി ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അത് വലിയൊരു മൂവ്മെൻ്റായി തീർന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വചനം നമ്മൾ എടുക്കുമ്പോൾ, വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളങ്ങളിൽ വരണം. സമൂഹത്തിൽ ദൈവ സൃഷ്ടിയായിരിക്കുന്ന ധാരാളം ഘടകങ്ങൾ, മനുഷ്യരുൾപ്പെടെയുള്ളവർ പലതരമായ പ്രയാസങ്ങളിലൂടെ, പതറ്റിക് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുവാൻ കാരണം പലപ്പോഴും മനുഷ്യർ തന്നെയാണ്. അവരുടെ തിന്മയാണ്. അവർ വ്യാഖ്യാനിക്കുന്ന ദൈവമല്ല, ഡിസ്ക്രിമിനേറ്റഡ് ആയിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന ആളുകൾ വ്യാഖ്യാനിക്കേണ്ടതായ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായ ദൈവബോധം, അത് തിരിച്ചറിയുവാനായിട്ട് ഈ തിയോളജി നമ്മെ സഹായിക്കാറുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ തരുന്നയാളാണ് തിയോളജിയൻ, ദൈവശാസ്ത്രജ്ഞൻ. ഒരു തരത്തിൽ ക്രൈസ്റ്റ് വാസ് ഓൾസോ എ തിയോളജിയൻ. കാരണം പഴയ നിയമത്തിൽ ദൈവം 10 കൽപ്പനകളിലൂടെ അതിൻ്റെ എക്സ്റ്റൻഷനിലൂടെയൊക്കെ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അറിയാമല്ലോ, ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട്ടം അടിക്കാം, ഒരു കണ്ണ് ചൂടിനെടുത്താൽ മറ്റേ കണ്ണ് ചൂടിനെടുക്കുന്ന ആളുടെ കണ്ണ് ചൂടിനെടുക്കണം. ഇങ്ങനെയാണ് പഴയ നിയമത്തിൽ ദൈവത്തെ നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ നിയമമായപ്പോൾ ക്രിസ്തു പറയുന്ന, ഒരു ചെകിട്ടടിക്കുന്നവന് മറ്റേതോട് കാണിച്ചു കൊടുക്കണം, നീ ക്ഷമിക്കണം, 7 അല്ല 70 വട്ടം ക്ഷമിക്കണം, ഒരു നാഴിക കൂടെ നടക്കാൻ പറഞ്ഞാൽ 2 നാഴിക നടക്കണം. പഴയ നിയമത്തിൽ ഇങ്ങനെയല്ല പറയുന്നത് ദൈവം. അപ്പോൾ ആ ദൈവം ആ മൊറൈൽസിനെ മുഴുവൻ മാറ്റി ക്രിസ്തു പുതിയത് കൊണ്ടുവരികയാണ്. അത് കൾമിനേഷനാണ് ക്രിസ്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിങ്ങനെ റെലവൻ്റ് ആക്കുക, ഇതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വചനത്തെ പ്രാക്ടിക്കലാക്കുവാനായിട്ട് ചിന്തിക്കുക, അത് പ്രവർത്തിക്കുക. ഇത്രയും തിയോളജിയെക്കുറിച്ച് ആമുഖമായി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വായിച്ച ഭാഗത്തോട്ട് പെട്ടെന്നൊന്ന് പോട്ടെ. വായിച്ച ഭാഗം ചിരപരിചിതമാണല്ലോ. ഇവിടെ 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യവനന്മാർ യേശു കർത്താവിനെ കാണാൻ വരുന്ന സംഭവമാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുക? ഒന്ന്, നല്ല അന്വേഷകരാവുക. സെർച്ച് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി നമുക്കെപ്പോഴും ഉണ്ടാകണം, അന്വേഷിക്കാനുള്ള മനസ്സ്. യവനന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്കറിയാം ചരിത്രത്തിൽ. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഡെമോക്രീറ്റസ് എന്ന് പറയുന്നതായ വലിയ വലിയ തത്വചിന്തകർ. ഇവർ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും, എന്താണ് സത്യം, എവിടെയാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള സീക്കേഴ്സാണ്, ട്രൂത്ത് സീക്കേഴ്സാണ് ഗ്രീക്ക് പീപ്പിൾ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രീക്കുകാരാണ് യേശുവിനെ കാണാനായിട്ട് വരുന്നത്. കാരണം സത്യം അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ഈ അന്വേഷണം നമ്മുടെ ഉള്ളെങ്കിൽ എപ്പോഴും വരണം. ഗ്രീക്കുകാർ അന്വേഷിച്ച് എത്തുന്നത് ക്രിസ്തുവിങ്കിലേക്കാണ്. അതിന് മുൻപായിട്ട് ഈ അന്വേഷണ മനോഭാവം ഉള്ളെങ്കിലുണ്ടെങ്കിൽ നാം നിശ്ചയമായിട്ടും ക്രിസ്തുവിങ്കിൽ എത്തും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തുമെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ ഈ അന്വേഷണം എപ്പോഴും നടക്കണം. കൊറോണയുടെ സമയമാണ്. ഈ സമയത്തും നമ്മൾ അന്വേഷിക്കണം, ദൈവമേ നീ എവിടെയാണ്, ഞങ്ങളുടെ വിശ്വാസം എവിടെയാണ് ഞങ്ങൾ ഉറപ്പിക്കേണ്ടത്, അത് അന്വേഷിപ്പാനായിട്ട് നമുക്ക് പറ്റണം. ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലുന്നതായ ഇവർ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് പെരുന്നാളിലാണ്, പെസഹ പെരുന്നാളിൽ. ഒരു വലിയ കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് ജീവിതത്തിൽ പെരുന്നാളുകൾ, ഫീസ്റ്റുകൾ, ഫെസ്റ്റിവൽസ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്, പള്ളി ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് ഇവിടെ എല്ലായിടത്തും പോയിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ടുണ്ട്, സുനഗോഗിൽ പോയിട്ടുണ്ട്, പെരുന്നാളിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം അതിൽ പങ്കെടുത്ത് അവിടെ ഇരിക്കുമ്പോഴാണ് ഗ്രീക്കുകാർ അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളും നമ്മൾ ആസ്വദിക്കണം, ദൈവത്തോട് ചേർന്ന് അതിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിന് ഇടമൊരുക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് സെലിബ്രേഷൻ ആണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിനൊരു സ്പേസ് കൊടുത്തിരിക്കണം. ക്രിസ്തുവിന് സ്പേസ് കൊടുക്കാതെ ഏത് സെലിബ്രേഷനും അത് നാശത്തിലേക്കാകാൻ സാധ്യത വളരെ അധികമാണ്. അപ്പോൾ അതും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഗ്രീക്കുകാർ അന്വേഷിച്ച് വരുമ്പോൾ അവൻ പെരുന്നാളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക, പെരുന്നാളിലിരിക്കുന്നു. അങ്ങനെ ചെല്ലുന്നതായ ശിഷ്യരെ നാം കാണുന്നു. അടുത്തതായിട്ട് അന്വേഷിച്ച് ചെല്ലുന്നു. രണ്ടാമത് പങ്കിടുന്നവരാകുക. ഒന്ന് സീക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുക. 2 ഷെയർ ചെയ്യുക. യവനന്മാർ വന്നിട്ട് തങ്ങളുടെ ആവശ്യം ഫിലിപ്പോസിനോടാണ് പറയുന്നത്. ശിഷ്യൻ ഫിലിപ്പോസ് എന്നിട്ട് അന്ത്രയോസിനോട് പറയുന്നു. അന്ത്രയോസിനോട് പറയാനുള്ള കാരണം ലളിതമാണ്. ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനായ പത്രോസിനെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയത് അന്ത്രയോസാണ്. 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ബാലനെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയതും അന്ത്രയോസാണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനല്ല, വലിയൊരു ക്യാരക്ടറല്ല അന്ത്രയോസ്. പക്ഷേ മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി
ക്രിസ്തുവിനെ ഷെയർ ചെയ്യുക എന്നുള്ളത് അന്ത്രയോസിൻ്റെ വലിയ സന്തോഷവും മിഷനുമായിരുന്നു. അപ്പോൾ ഈ ഭാഗം നമ്മോട് പറയുന്ന അടുത്ത കാര്യം, സെർച്ച് ചെയ്യുക, ക്രിസ്തുവിങ്കിൽ എത്തുക, ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ കാണുക, ഷെയർ ചെയ്യുക, അവനെ പങ്കിടുക. അതിന് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ശമരിക്കാരത്ത് സ്ത്രീയുടെ അടുക്കിലേക്ക് കർത്താവെന്ന് അവൻ മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശമരിക്കാരത്ത് സ്ത്രീ പോയി പട്ടണത്തിലെല്ലാം പ്രസ്താവിച്ച് അവരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പങ്കിടലിൻ്റെ അനുഭവം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കണ്ടറിഞ്ഞ അന്വേഷിച്ചെത്തുന്ന കർത്താവെന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്, കരുണയാണ്, മനസ്സലിവാണ്, ക്ഷമയാണ്, സഹനമാണ്. അപ്പോൾ ഈ കർത്താവിനെയാണ് നാം പങ്കിടേണ്ടത് ഈ ലോകത്തിൽ. അത് പങ്കിടുമ്പോൾ നമ്മുടെ ചിന്തകളിൽ കൂടെ ആവാം, നമ്മുടെ വാക്കുകളിൽ കൂടെ ആവാം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ ആവാം. അങ്ങനെ പങ്കിടുമ്പോഴാണ് ലോകത്തിന് ക്രിസ്തുവിനെ അറിയുവാനായിട്ട് പറ്റുക. അവസാനമായിട്ട് സ്വയം നൽകുന്നതായ അനുഭവത്തിലേക്ക് വരിക. സെർച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സെൽഫ് ഗീവ് ചെയ്യുക. നമ്മുടെ അഹത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ യവനന്മാർ വന്നു എന്ന് കർത്താവ് കേട്ടപ്പോൾ പറയുന്നത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. യവനന്മാർ തന്നെ കാണാൻ വന്നു എന്ന് ക്രിസ്തു കേട്ടപ്പോൾ ക്രിസ്തുവിന് മനസ്സിലായി താനാണ് മശിഹ എന്ന് യവനന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ക്രിസ്തുവിന് മനസ്സിലായി. ഞാനാണ് ലോകത്തെ വീണ്ടെടുക്കുവാൻ വന്നവനെന്ന് യവനന്മാർക്ക് മനസ്സിലായി. എന്നാൽ യവനന്മാരായിരിക്കുന്ന ഈ കൊച്ചു കൂട്ടത്തിന്, ഈ ചെറിയ ഗ്രൂപ്പിന് മാത്രമല്ല, ലോകം മുഴുവനും തന്നെ അറിയണമെങ്കിൽ ഒരു വഴിയാണുള്ളത്. അത് കോതമ്പ് മണിയാകുന്ന താൻ അഴുകുമ്പോൾ ധാരാളം വിളവ് ഉണ്ടാകും. കർത്താവിൻ്റെ വാക്ക് അതുപോലെ ഫലിച്ചു. അർത്ഥവത്തായി കർത്താവ് ക്രൂശിൽ അഴുകി, കോതമ്പ് മണിയാകുന്ന കർത്താവ് അഴുകി, ലോകമൊക്കെയും ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയായി. അതുകൊണ്ടാണല്ലോ നാമും അവനെ ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ മക്കളായി, അവൻ്റെ ശിഷ്യരായിട്ട് ഈ ലോകത്തും ഇന്നുമായിരിക്കുന്നത്. കർത്താവെന്ന് അഴുകിയില്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. ഇനി ഈ ഉപമയിലൂടെ ക്രിസ്തു നമ്മോടും പറയുന്നതാണ്, നിങ്ങളാണ് കോതമ്പ് മണികൾ, നിങ്ങളാണ് അഴുകേണ്ടത്. കാരണം ക്രിസ്തു അഴുകി അടുത്ത ചെടി ഉണ്ടായി, അതിലെ അടുത്ത ഗ്രെയിൻസ് ആയിരുന്നു, കോതമ്പ് മണികളായിരുന്നു ശിഷ്യന്മാരും ഏർലി ചർച്ചിലുണ്ടായിരുന്ന എല്ലാ ആളുകളും. അവർ നിലത്ത് വീണ് അഴുകി വളരെയധികം പ്രയാസങ്ങളിലൂടെ, റോമൻ ഇമ്പീരിയൽ പേഴ്സിക്യൂഷൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ജീവൻ പണയം വെച്ച രക്തസാക്ഷികൾ ഇഷ്ടം പോലെ ആദിമസഭകളിൽ ഉണ്ടായിരുന്നു. അവരുടെ രക്തമാണ് നിലത്ത് വീണ് അടുത്ത ചെടിയുണ്ടായി, അടുത്ത മണികളുണ്ടായി. അത് തലമുറകൾ പുതിയ ചെടികൾ രൂപപ്പെട്ടു വന്ന് ഇന്ന് നാം ആയിരിക്കുന്ന ചെടി, നാം ആയിരിക്കുന്ന ഗ്രെയിൻസ്, കോതമ്പ് മണികൾ വരെ ആയിരിക്കുക. നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഇനി അടുത്ത തലമുറ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതായ വലിയ കാര്യം. നാം നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അഴുകുവാനായിട്ട് സമ്മതിച്ചുകൊണ്ട്, അഴുകുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കൊച്ചു സമയം നമ്മൾ കർത്താവിന് വേണ്ടി ചിലവഴിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളാവുന്ന സഹായം ചെയ്യുന്നത്, സൊസൈറ്റിക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്യുന്നത് എല്ലാം അഴുകലാണ്. ഈ അഴുകലിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വരാൻ പോകുന്ന തലമുറ ക്രിസ്തുവിനെയും ദൈവരാജ്യത്തെയും അറിയുവാനായിട്ട് ഇടയാവുക. അത് നാം വിസ്മരിക്കുവാനായിട്ട് പാടില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്ന കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നാം തനിയെ ഇരിക്കേണ്ടവരല്ല, വളരെ വിളവുണ്ടാകേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ ഓരോ ശിഷ്യയും വിളവ് പുറപ്പെടുവിക്കേണ്ടവരാണ്. നാം നമ്മുടെ ഭവനങ്ങളിൽ നമ്മിൽ തന്നെ ഒതുങ്ങിപ്പോയി സ്വാർത്ഥരായി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കി അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കാം, കർത്താവേ എന്നിൽ നിന്ന് വിളവുകൾ പുറപ്പെടുവാൻ നീ സഹായിക്കണമേ. നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഓരോ നിമിഷവും ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരാകാം. കണ്ടെത്തുന്ന ക്രിസ്തു സത്യങ്ങളെ, സ്നേഹം, കരുണ, ക്ഷമ, സഹനം, അതിനെ പങ്കിടുന്നവരാകാം. അവസാനം നമ്മെ തന്നെ വിട്ടുകൊടുത്ത് ജീവിക്കുന്നവരാകാം. അപ്രകാരം ജീവിച്ച് അർത്ഥവത്തായ സാക്ഷ്യം സമൂഹത്തിന് കാണിച്ച് ദൈവസന്നിധിയിൽ ചേരുവാൻ സർവശക്തി നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കും. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ അതിരാവിലെ സമയം മുമ്പാകെ എടുത്തു വന്ന് കർത്താവെ അങ്ങേ സ്തുതിപ്പാനെ കൊണ്ട്, സ്തുതി സ്തോത്രങ്ങൾ പാടുവാനെ കൊണ്ട് ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായിട്ട് നന്ദി എന്ന് പറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു, രാവിലെ എഴുന്നേൽപ്പാനുള്ള ബലം ഞങ്ങൾക്ക് തന്നു, പ്രാർത്ഥിപ്പാനുള്ള കൃപ തന്നു, ദേവാലയത്തിൽ വരുവാനോട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. എല്ലാ കരുണകൾക്കായിട്ടും നന്ദി നന്ദിത്തോടെ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം അനേകരും കർത്താവെ ഈ ലോകത്തെ
പ്രഭാതത്തെ കാണാതെ ഈ ലോകത്തെ വിട്ട് കടന്നു പോയപ്പോൾ പലരും പലവിധത്തിലുള്ളതായ ഭാരങ്ങളാൽ, രോഗങ്ങളാൽ, അനർത്ഥങ്ങളാൽ, വേദനകളാൽ കർത്താവെ ഉറക്കം ലഭിക്കാതെ കിടന്ന വശം തിരിഞ്ഞ് കിടക്കാൻ കൊണ്ട് നിവർത്തിയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ അവിടുന്ന് കരുതി സ്നേഹിച്ച വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ വീണ്ടും നന്ദി നിർണയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും കർത്താവ് കാത്തുവരും. പാലിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഞങ്ങളെ ഈ ലോകത്ത് അവിടെ നിലനിർത്തി. ഞങ്ങൾ നിന്നതല്ല, അവിടെ ഞങ്ങൾ നിലനിർത്തിയാണ് ബോധ്യത്തോട് കർത്താവെ തുടർന്നും ജീവിപ്പാൻ അടിയങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും കർത്താവെ നന്ദിയോടെ സ്തോത്രം നിർത്തി. ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും നന്ദിയുള്ളവരായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. എന്നെ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് കർത്താവെ. നിന്നെ മറന്ന് ജീവിപ്പാൻ ഒരിക്കലും അവിടെ ഞങ്ങൾക്ക് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് അവിടെ ദാനമായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഇടവയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇടവയിലുള്ള ഓരോ ഭവനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇടവയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഒന്നും നശിച്ചു പോകാനെ കൊണ്ട് ഇടയായിത്തീരരുത് ദിവസം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേട്ട വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിച്ച ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, അവിടുത്തെ കൃപയിൽ അവിടുന്ന് കാത്തുകൊള്ളണം. ഇത്രത്തോളം നിന്റെ ദാസനിൽ കൂടെ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് എല്ലാം നന്ദി നിർണയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രാവിനെ പോലെ കർത്താവെ നിഷ്കളങ്കതയും ലോകമനുഷ്യരാൽ തോൽപ്പിക്കാൻ കഴിയാത്തതായ ജയം തന്ന് ആ ശക്തി കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിറയ്ക്കണമെന്ന് ഈശ്വരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേട്ട വചനത്തിനായിട്ട് ശിക്ഷത്വത്തെക്കുറിച്ച് കർത്താവെ നിന്റെ ദാസനിൽ കൂടെ കേൾക്കുവാൻ ഞങ്ങൾക്കിടയായതിനായിട്ട് സ്തോത്രം കർത്താവെ. അതാഴമായിട്ട് ചിന്തിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമെന്ന് ഈശോനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിത്തുകൾ നിലത്ത് വീണ് അഴുകിയെങ്കിൽ മാത്രമേ അതോ ഫലവത്തുള്ള വൃക്ഷങ്ങളായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായിട്ട് തീരുവാനെ കൊണ്ട് സാധിക്കുന്നു എന്ന് ഞങ്ങളുടെ വചനങ്ങളിൽ കൂടെ ഉദ്ബോധിച്ച് അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ജീവിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളുടെ പ്രിയ ശിഷ്യന്മാരൊക്കെയും കർത്താവെ അങ്ങനെ പലതര സാഹചര്യങ്ങളിൽ അഴിയതിനാൽ കർത്താവെ ഇന്നും ഞങ്ങൾ ജീവിക്കുന്നു കർത്താവെ. ഇത് ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള കൃപ തുടർന്നുള്ള ദിവസങ്ങളിൽ അവിടെ നിങ്ങൾക്ക് അവിടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ജോർജ് മാത്യച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് ഇവിടെ താമസിച്ച് കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ദൂതുകൾ നൽകുവാനും കർത്താവെ ശിക്ഷണം ഭാവത്തോടെ ഞങ്ങൾ നിലനിൽപ്പാനും നിന്റെ ദാസനിൽ ലഭിക്കുന്ന എല്ലാ വരങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. കുടുംബമായിട്ട് അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവരത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേല ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങളിലെയും ഇവിടെയും ഒക്കെയും നിന്റെ ദാസനെ അവിടുന്ന് തുടർന്ന് അനുഗ്രഹിച്ചുകൊള്ളണമെന്ന് ഈശോനോട് പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെയും കർത്താവിൻ്റെ കരുണകൾ ഉണ്ടായിരിക്കണമെന്ന് ഈശോനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭവനങ്ങളെയൊക്കെ വീണ്ടും ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു കർത്താവെ. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ 3-4 മാസമായിട്ട് കർത്താവെ ഞങ്ങൾ കടന്നു പോകുന്നു. ഇതിൽ നിന്ന് മുക്തി പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളൊക്കെ ഓരോ ദിവസങ്ങളും തള്ളി നിൽക്കുന്നു കർത്താവെ. COVID-19 രോഗത്താൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകർ ഞങ്ങളുടെ ഇടവകയിലുള്ള പലവരും കർത്താവെ പ്രയാസത്തിലായിരുന്നു. എന്നാലും നീ അവരെ കൈക്ക് വീഴാതെ വണ്ണം അവിടുന്ന് കൈക്ക് പിടിച്ച് ഉയർത്തി നടത്തി ആരോഗ്യം കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ഇടവകയിൽ ആർക്കും ഇനിയും ആ വിപത്ത് വരാതിരിക്കാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. ലോകമെമ്പാടും കർത്താവെ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമേ നീ അവിടുന്ന് അതിനെ ശാസിക്കണേ. ആ പകർച്ചവ്യാധിയിൽ ഞങ്ങളുടെ രാജ്യത്തെ അവിടുന്ന് കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ. നീ സൗഞ്ഞോട് പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ വളരെ പ്രയാസത്തിൽ കൂടെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാകുന്നു കർത്താവെ. അടിയങ്ങളെ ഉണർന്നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കണം, നിൻ്റെ ആത്മാവ് ഞങ്ങളെ പ്രവചിപ്പാൻ തക്കണം കർത്താവെ. ഞങ്ങൾക്കിടയാക്കണമേ, അടിയങ്ങളോട് സംസാരിക്കണമേ. നീ സൗഞ്ഞോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏത് വിധേന പോകണമെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ വെക്കുന്ന പാതകൾ, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല, സഹായിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കൈ കുറുകിപ്പോയിട്ടുമില്ല. ഞങ്ങളുടെ പാപങ്ങളാകുന്നു നിങ്ങളെ നമ്മൾ അകറ്റിയത് എന്നുള്ളത് ഇപ്പോഴും ഓർപ്പാനെ കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുഭവിപ്പാനെ കർത്താവെ അടിയങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം. അതിൽ ഉദാസീനത കാണിപ്പാൻ ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് ഇടയാക്കരുത് എന്ന് സംബന്ധിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാനെ കൊണ്ട് നീതിമാനും വിശ്വസ്തനുമായ ദൈവം കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കണം. മുന്തിരിവള്ളിയുടെ അനുഭവം എന്നോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് കൃപ തരണമെന്ന് ഈ സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭവനങ്ങളിലായി വിശ്രമത്തിരിക്കുന്ന പ്രാർത്ഥിക്കത്തിരിക്കുന്നവരോട് കരുണ തോന്നണമെന്ന് ഈ സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കും തോറും കർത്താവെ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങി നിങ്ങളിലേക്ക് അടുത്ത് വരുന്നതിനുള്ള ആ മനസ്സ് ഞങ്ങളുടെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഹൃദയം കഠിനമാകുവാൻ അവിടുന്ന് സഹായിക്കരുത് എന്ന് ഈ സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തിരുമേനിമാരെ പ്രാർത്ഥിക്കത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിമാരെല്ലാവരും അവിടുത്തെ തൃക്കരകളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. വലിയ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെത്രാപ്പോലീത്ത തിരക്കി കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. സൗന്ദർ മെത്രാപ്പോലീത്തായിട്ടോ കർത്താവെ നിൻ്റെ ദാസനെ അവിടുന്ന് വാഴിച്ചുവല്ലോ. കൂടുതലായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ സഭയ്ക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ഭദ്രാസനത്തിന് വേണ്ടിക്ക് വേണ്ടിയും ആത്മകാര്യത്തിന് വേണ്ടിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി നിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണേ, അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണമെന്ന് ഈ സമയത്തോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടുത്ത ആഴ്ച ഞങ്ങൾ കാണുന്നവരെ നിൻ്റെ കരുണയുടെ ചെറിയൻ്റെ വീട്ടിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചുകൊള്ളണേ. ഇന്നത്തെ ദിവസം വേർപാടിൻ്റെ ദുഃഖത്തിരിക്കുന്ന ആ ജോൺ കുര്യൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ആ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഈ സമയത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം വേർപാടിൻ്റെ ദുഃഖത്തിൽ ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപയാൽ ആ കുടുംബങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ തന്നെ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ തക്കണം ഞങ്ങൾക്ക് കൃപയാക്കണമെന്ന് സോഞ്ഞോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും ഭവനങ്ങളിലായിരിക്കുമ്പോൾ അത് ദേവാലയത്തിലിരിക്കുന്ന പോലെയുള്ള അപ്രീതി അവർക്ക് കൊടുത്ത് നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിന്നോട് ചേർന്ന് സ്തുതി സ്തോത്രങ്ങൾ പാടുവാൻ തക്കണം എല്ലാ കുടുംബങ്ങളെയും അവിടെ ഒരുക്കണമേ. അതിനുള്ള സമയവും സൗകര്യവും അവർക്ക് അവിടെ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിത്തോടെ സ്തോത്രം ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുകയും ചെയ്യണമേ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് കുമ്പസാരത്തിൻ്റെ ഈ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ചൊല്ലാമല്ലോ. സർവശക്തിയുള്ള ബാവാ തമ്പുരാനെ, സർവശക്തിയുള്ള ബാവ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സറിഞ്ഞ സകല പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിൽ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എൻ്റെ സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും ഞങ്ങളോടുകൂടെ പ്രാർത്ഥിപ്പീൻ. കർത്താവേ, ഈ
ഈ സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സ്നേഹവും സമാധാനവും സർവ്വദാ സഹോദരന്റെ ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന്റെ ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരന്മാരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാവുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും ഞങ്ങൾക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നിടമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും തിരുസന്നിധിയുടെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയമാടെ ആയിരം ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കോയേനാൻ വോമറീനാൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറയ്ക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഞങ്ങളിൽ സ്തുതി. കർത്താവ് തിരുനാമത്തിൽ നിന്റെ വാരിക്കലും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശ്രീയന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ കലർത്തിയതായ കാസായേയും അവൻ എടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ സ്ത്രീയന്മാർ കൊടുത്തു. എല്ലാവരിൽ കുടിപ്പീൻ, ധനികർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തിൽ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ ഞങ്ങൾ ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം നൽകുന്ന
പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചൊല്ലുന്നു. ലാബോ കാതുമറോ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലി ചെയ്ത് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായുള്ള വീഞ്ഞു നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവർ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലിത്തായും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള CSI CNI സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫർഗൻ മെത്രാപ്പോലിത്തായും വിയാക്കി മാർ കൂർലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമത്യോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷന്മാർ ഷമാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആർദ്രമദേ കുമാർ കുറിയേ
കേട്ടു യാചനകൾ. നൽകണമേ നിൻ കാരുണ്യത്താൽ സകലത്തിൻ്റെയും ഉടയനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റുഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, നിരന്തരം ഞങ്ങൾ പരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്കെല്ലാവർക്കും ആയിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളടച്ച് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം. ലോകമെങ്ങും COVID-19 എന്ന മഹാമാരി കൊണ്ട് വിഷമത അനുഭവിക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അബ്രഹാം ലോത്തിനു വേണ്ടിയും അവൻ പാർത്ത ദേശത്തിനു വേണ്ടിയും മധ്യസ്ഥ ചെയ്തതുപോലെ ദൈവമേ, ഞങ്ങളോട്, ഞങ്ങളുടെ സഹോദരവർഗത്തോട്, ലോകമെങ്ങുമുള്ള എല്ലാ ജനതയോടും കരുണ ചെയ്ത് ഈ രോഗത്തെ ശമിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യതകളൊന്നുമില്ല. ഈ ലോകത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നെന്ന് മനസ്സിലാകത്തക്കവണ്ണം ദൈവമേ, ഈ രോഗത്തെ, കൊറോണ വൈറസിനെ നിർമൂലമാക്കി രക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നു, അതൊക്കെ ഫലവത്തായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് അപേക്ഷിച്ച് സ്തോത്രം ചെയ്യാം. ഡോക്ടർമാരെയും നേഴ്സസിനെയും എല്ലാ ആതുര സേവാ പ്രവർത്തകരെയും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. കോവിഡ് രോഗം മൂലം ദിനംതോറും ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നു. അവരുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, സമൂഹങ്ങളെ ഓർക്കാം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ പോയി സംബന്ധിക്കാൻ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ പോലും സാധ്യമാകാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ, നിൻ്റെ ശാന്തി സമാധാനവും അവർക്കെല്ലാവർക്കും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിൽ പരിചയത്തിലുള്ള രോഗികളെ ഓർക്കാം. നമ്മുടെ ഇടവകയിൽ 25ഓളം കോവിഡ് രോഗികളുണ്ട്. അവരെല്ലാവരെയും, ആരായിരുന്നാലും അവരെ ഓർത്തുകൊണ്ട് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 2 വയസ്സുള്ള കുഞ്ഞു തൊട്ട് പ്രായമായവർ വരെ ഈ ഗണത്തിൽ പെടുന്നുണ്ട്. എല്ലാ രോഗികളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ വിടുതലിനായി, സൗഖ്യത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലും ഈ രോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചെന്നൈ പട്ടണത്തിൽ ചില മാറ്റങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ പട്ടണത്തോടും ഞങ്ങളുടെ ഈ രാജ്യത്തോടും ഈ സംസ്ഥാനങ്ങളോടും എല്ലാ ജനത്തോടും കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഓർക്കാം. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കൃപ നൽകണമെന്ന് അപേക്ഷിക്കാം. ലോകമെങ്ങുമുള്ള സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ജീവിക്കുന്നുവെന്നും അവൻ ഇന്നും പ്രവർത്തിക്കുന്നുവെന്നും ലോകത്തോട് അറിയിക്കേണ്ട സഭകൾ ഉറങ്ങിപ്പോകാതെ ഉണർന്ന് പ്രവർത്തിപ്പാനിടയാക്കണമെന്ന് അപേക്ഷിക്കും. കോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് ഫലം കായ്ക്കുന്നത് പോലെ നല്ല ഹാർവസ്റ്റ്, നല്ല ഫലം കൊടുക്കുന്ന സഭകളായി എല്ലാ സഭകളെയും ഈ കാലങ്ങളിൽ ഒന്ന് ഉണർത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാർത്തോമാ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെയും സഫർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയെയും ഭദ്രാസന അധ്യക്ഷൻ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും നമുക്ക് ഓർക്കാം. സഭയിലെ എല്ലാ വൈദികരെയും അവരുടെ കുടുംബങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് വെല്ലൂരിൽ ചികിത്സയിലായിരിക്കുന്ന വി വർഗീസ് അച്ഛൻ്റെ മോളും കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാ സുവിശേഷകരെയും അവരുടെ കുടുംബങ്ങളെയും ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെന്നൈ സെൻറ്ററിന് വേണ്ടി, ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മിഷൻ ഫീൽഡുകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടവകയെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. വാർദ്ധക്യത്തിലിരിക്കുന്നവരുണ്ട്, ഒറ്റയ്ക്ക് പാർക്കുന്നവരുണ്ട്.
മക്കളെല്ലാം ദൂരെ പോയതുകൊണ്ടും വൈദവ്യവും ഏകാന്തതയുള്ളതുകൊണ്ടും ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്ന ധാരാളം വൃദ്ധജനങ്ങൾ നമ്മുടെ ഇടവകയിലുണ്ട്. അവരെ നമുക്ക് ഈ സമയത്ത് ഓർത്ത് ദൈവമേ കാത്തുകൊള്ളണമേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ രോഗികളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഓരൂർ ഏരിയയിലെ പി രാജുവിൻ്റെ മാതാവ് ഒരു സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കാം. പി ടി ജോൺ അങ്കിളിന് വേണ്ടിയും ലീല ജോൺ ആൻറ്റിക്ക് വേണ്ടിയും ലല്ലു ആൻറ്റിക്ക് വേണ്ടിയും ജോയസ് ജോൺ അങ്കിളിന് വേണ്ടിയും പ്രാർത്ഥിക്കും. ജെസ്സിക്ക് വേണ്ടിയും സുജയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. വെലൂരിൽ ചികിത്സയിലായിരിക്കുന്ന ജിബിന് വേണ്ടിയും സെലിനി മോൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഈ ഇടവകയിൽ വേറുപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. അവരെയെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഇന്നലെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ യഗ്മൂർ പ്രാർത്ഥന യോഗത്തിലെ ജോൺ കുര്യൻ്റെ വേർപാട് ദുഃഖിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവരെ സമാശ്വസിപ്പിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ പ്രിയ മാതാവിൻ്റെ വേർപാട് ദുഃഖിക്കുന്ന ഒരു ഇടവകയിലുണ്ട്. മറ്റനേകരുണ്ടല്ലോ. അവരെല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. നമ്മുടെ ഇടവകയിലെ എല്ലാ സംഘടനകളെയും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. വിപിനച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. ആശാഭവന് വേണ്ടിയും ശ്രീപരമ്പതൂരെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കും. നമ്മുടെ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. പരീക്ഷ എഴുതി ജയിച്ച കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. അവർക്ക് നല്ല അഡ്മിഷൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥന. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ ദൈവം അനുഗ്രഹിച്ച് അവരുടെ വിവാഹം മംഗളകരമായി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തക്ക തുണകളെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തക്ക തുണകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ദൈവം മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മറ്റ് പല പേഴ്സണലായ ആവശ്യങ്ങളിൽ കഴിയുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൽ നൈരാശ്യം അനുഭവിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മോട് പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടവരെയൊക്കെ ഓർക്കുക. നമ്മുടെ സമസ്ത ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കും. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പേഴ്സണൽ നീഡ്സ് എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധരകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. ബാരിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകം നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുണ്ടാകുന്നതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുന്നവനുമായ ജീവനും വിശുദ്ധേറുകായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതനാമയിടുവാൻ
അനുകൂലമാക്കൂ നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. എൻ്റെ സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മുതലേക്കും തന്നെ ആമേൻ. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരേ നിൻ ജീവസ്വര പാറുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കണമേ. സ്തോമേൻഗലോസ് കുറിയേലായിസോൻ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു നിന്നുയർപ്പാലതു മാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്ക. സ്വന്തം മരണത്താൽ ഞങ്ങൾക്ക് ജീവിപ്പിച്ചവനായ ദൈവപുത്ര, ഞങ്ങൾ സത്യങ്ങൾക്ക് സ്തുതി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ നിർമ്മിക്കണമേ. പിതാവും ദൈവം വന്ധ്യനും സുസ്ഥിരനാകുന്നു. ആദ്യം മുതൽ തലമുറകളിലേക്ക് നിനക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുള്ള ഒതുക്കത്തിനുമായി വരുവാനിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത് കൈനീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ പ്രസാദനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ ഭവിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആദര കണ്ണുകൾ നമ്മുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചോർമ്മയ്ക്കായി സ്തോത്രത്തോട് ഇവയെ കൈക്കൊള്ളുക. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയ്ക്കായി
സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും കുറ്റത്തിനും ശിക്ഷയ്ക്കുമായി ഭാവിക്കരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷയ്ക്കും അനുഗ്രഹത്തിനുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ലോകം മുഴുവൻ നിന്നെ മുട്ടുകുത്തി വന്ദിക്കും, സകലനാമം നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളോടുള്ള ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ മേശയിൽ നിന്ന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തിയ നിന്റെ കൃപയെ ഞങ്ങൾ അഭിനന്ദിക്കുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ വർണ്ണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ശേഷം ഞങ്ങൾ വണക്കുന്നു. അലിവു നിറഞ്ഞ ബലവാനേ, അനുഗ്രഹമെങ്ങൾ കേകണമേ. നല്ല പ്രയോജനം ഉള്ളവരായി നടത്തിയിടണമേ അടിയാരേ. കരുണ നിറഞ്ഞ പിതാവേ, നൽ ആശീസുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈകൊള്ളണമേ കർത്താവേ. അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിങ്കൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രപ്പെട്ടിരിക്കുന്നതുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനരും പാപികളുമായ അടിയാർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിക്കേണ്ടതിന് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ക്രിസ്തീശുനിൻ മധ്യസ്ഥ പ്രാർത്ഥനയാലു ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയിലാക്കി കാക്കേണമേ. സൗമൻ കാലോസ് കുരിയേലായിസോൻ.
ഇന്ന് ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കിപ്രകാരം ലൈവ് ടെലികാസ്റ്റിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിടുക ചുമലക്കാരെയും ഇതിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് വിപിനച്ഛൻ നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. വളരെ നാളുകൾക്ക് ശേഷമാണ് അച്ഛൻ എത്തിച്ചേരുന്നത്. അച്ഛന് യാത്ര ചെയ്ത് വരുവാൻ ദൈവം കൃപ കൊടുത്തു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ഇടവകയുടെ ഡയറക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണമേ. ഈ നാളുകളിൽ ജന്മദിനത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഓഫറിയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം മാറ്റിവെക്കുവാനും എപ്പോഴെങ്കിലും സമയം ലഭിക്കുമ്പോൾ അത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തോ അല്ലാതെ ഇവിടെ ഏൽപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. റോയിയുടെ സേവനം അവൈലബിളാണ്. ചില ഭവനങ്ങളിലൊക്കെ വിളിക്കുന്നു, റോയി പോയി അത് കളക്ട് ചെയ്യുന്നുണ്ട്. നിർബന്ധമില്ല, എന്നാൽ സഹകരിക്കാവുന്നവരുടെ സഹകരണം കാര്യമായിട്ട് ഇതിൽ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. നമ്മുടെ ഇടവകയിലെ യഗ്മോർ പ്രാർത്ഥനാ യോഗത്തിലെ മിസ്റ്റർ ജോൺ കുര്യൻ ഇന്നലെ ശനിയാഴ്ച രാവിലെ നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അനേക നാളുകളായിട്ട് അദ്ദേഹം കിടപ്പിലായിരുന്നു. ഞാൻ ഈ പള്ളിയിലെത്തുമ്പോഴൊക്കെ അദ്ദേഹം കിടക്കയിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ദൈവം പരിപാലിച്ചു. ഇന്നലെ തന്നെ ഫ്യൂണറൽ നടന്നു. ദുഃഖിച്ചിരിക്കുന്ന ആ കുടുംബത്തോട് മദ്രാസ് മാർത്തോമായുടെ ഇവിടെ ദുഃഖവും അനുശോചനം അറിയിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇതുപോലെ ഇടവകയിൽ പ്രിയപ്പെട്ട വേർപാട് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. രോഗികൾക്ക് എല്ലാവർക്കും സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഞങ്ങളുടെ പ്രിയ ദൈവമേ, ഇന്ന് ഈ ആരാധന ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ വേർപാട് ദുഃഖത്തിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് മിസ്റ്റർ ജോൺ കുര്യൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹത്തിലൂടെ ഇടവയ്ക്കും സമൂഹത്തിനും ഒരു നല്ല പോലീസ് ഓഫീസറായിട്ടൊക്കെ ലഭിച്ച കോൺട്രിബ്യൂഷൻസിനായിട്ടൊക്കെ സ്തോത്രം. ദൈവമേ, ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാവരെയും ഞങ്ങൾ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും ഒന്നിച്ചു കൂടുവാൻ കൃപ നൽകണം. രോഗത്തെ ശമിപ്പിക്കണം. പള്ളിയൊക്കെ തുറക്കപ്പെടുവാനും ദൈവത്തിന് കൃപയർപ്പിക്കുവാനും ഇടയാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഡോക്ടർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.